നക്ഷത്രയുടെ മോഹിനിയാട്ടം കൊണ്ട് പരിപാടി. അടുത്ത വീണ. നമ്മള് മിക്സ് ആയിട്ട് നമുക്ക് ഇടാം. ഡാൻസ്, ഒരു ഡാൻസ് കഴിഞ്ഞ ഒരു ഇൻസ്ട്രുമെന്റ്, അതിന്റെ ഇടയ്ക്ക് ഒരു വാദ്യ ഉപകരണം. ഓക്കെ, അപ്പം വീണ അടുത്താണ്. മോളെ വാ വീണക്കുട്ടി, വാ ഓടി വാ. ആ വീണയും കൊണ്ട് എടുത്ത് വരാനുള്ള കുഴപ്പമില്ല, മെല്ലെ വീണയൊന്ന് ആരെങ്കിലും എടുത്ത്. കൊള്ളാം. വെയിറ്റ് ഉണ്ടോ? ചെറുതായിട്ട്. ആ പേര് ഒരു കാര്യം ചെയ്യും, താഴെ വെച്ചോ. ഓക്കെ, പേര് പല്ലവി സുരേഷ്. സ്ഥലം എറണാകുളം. എറണാകുളത്തുനിന്ന്. ഓക്കെ, എറണാകുളം ഏതാ? സ്കൂൾ ഏതാ? സെന്റ് ട്രീസസ് CGHS. ഞങ്ങൾ പനമ്പള്ളി. അതെ. അപ്പം വീണ കുറെ കാലമായി പഠിക്കാൻ തുടങ്ങിയിട്ട്? ഒരു 8-9 വർഷമായി. 8-9 വർഷം. ഓക്കെ, അപ്പൊ നമുക്ക് വലിയ വൈകിക്കണ്ട, നേരെ വീണയിലോട്ട് കിടക്കാം അല്ലേ? ഇനിയിപ്പം നേരെ വലിയ താമസമില്ല വീണിലേക്ക്. പക്ഷെ കുറച്ചും കൂടെ വിശേഷങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. അപ്പം പല്ലവിയുടെ വിശേഷങ്ങൾ പോട്ടെ. ഞാൻ +2-ലാണ്. വേറെന്താ വിശേഷം? കോമ്പറ്റീഷൻ അല്ല, ഞാൻ കേട്ടതേ ഈ 5 ദിവസം 5 ഐറ്റം ഉണ്ടെന്നൊക്കെ കേട്ടു. 4 ഐറ്റം. അതായത് ഇന്ന് വരണം. എല്ലാ വർഷവും 5 ഐറ്റം. ഇന്നൊന്ന് കുറഞ്ഞ് ശ്രദ്ധിക്കണം. അടുത്ത കൊല്ലം വേറെ വരുമല്ലോ, പുതിയ വേറെ ഇഷ്ടംപോലെ കലോത്സവം ഇല്ല. അപ്പം ഏതൊക്കെ ഐറ്റം? ഒന്ന് വീണ, ഇന്നുണ്ടായിരുന്നത് വീണ. നാളെ ഏതാ? നാളെ മോഹിനിയാട്ടം, പിന്നെ തിരുവാതിര, പിന്നെ ശനിയാഴ്ച 17-ാം തീയതി ഭരതനാട്യം, മോഹിനിയാട്ടം, തിരുവാതിര, വീണ. കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നതും ഇക്കൊല്ലം ഇല്ലാതിരുന്നതായ ഒരൈറ്റം വൃന്ദവാദ്യം ഗ്രൂപ്പ് അല്ലേ? പേരൻസ് അറിഞ്ഞിട്ട പേരാണ് പല്ലവി. കലാകാരി അത് മുൻകൂട്ടി കണ്ടതെന്ന് തോന്നുന്നുണ്ട്. കാരണം എല്ലാ കലാമേഖലയിലും കൈവച്ചിട്ടുണ്ട്. അത് എന്റെ അമ്മയച്ഛനും കലാകാരന്മാരാണ്. അങ്ങനെ അമ്മയച്ഛൻ ഏതാണ് ചെയ്തത് മെയിനായിട്ട്? അമ്മ ഡാൻസറാണ്, അച്ഛൻ മ്യൂസീഷ്യനാണ്. അതിന്റെ എല്ലാ കലാവാസനയും പല്ലവിക്ക് തട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കിനിയിപ്പോ മെല്ലെ വീണയിലേക്ക്. അങ്ങനെ വേണ്ടിട്ടോട്ടെ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇരുന്നത്. വെറുതെ ഇനിയിപ്പോ അത് താഴെ വെച്ച് മെല്ലെ എണീറ്റ്. എന്തായാലും അടിപൊളിയായിരുന്നു. നമ്മൾ കേട്ട് പരിചയമുള്ള, പെട്ടെന്ന് ഞാനിങ്ങനെ ഇതെവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. അതെ, കുഴലൂതിയിടും. അത് വന്നപ്പം പെട്ടെന്ന് കിട്ടി. അപ്പം ഇനിയിപ്പോ നാളെ ഏതുണ്ട്? മോഹിനിയാട്ടം, തിരുവാതിര. അത് രണ്ടും നാളെ. പിന്നാണ് പാടിക്കൊണ്ട് വായിക്കുവോ? പാടാം. ഒരു 2 ലൈൻ. 2 ലൈൻ. അതെ, 2 വരി. പിന്നെന്താ 2 വരി പഠിക്കും. അച്ഛൻ പറഞ്ഞ് പാടിക്കോളാൻ. അമ്മ ഹാപ്പിയായി. അമ്മ ഡാൻസറായ അമ്മ ഹാപ്പിയായി. മ്യൂസീഷ്യനായ അച്ഛൻ ഇനി ഹാപ്പി ആക്കണ്ടേ? സിമ്പിളാ. അതെ. അപ്പം ഇല്ല, ശരി. അപ്പം എന്തായാലും വീണ തകർത്തല്ലോ. ഇനിയിപ്പം നമുക്ക് തിരുവാതിരയും ഒക്കെ. ഇതിന്റെ റിസൾട്ട് വന്നിട്ടില്ല. എ ഗ്രേഡ് ഉറപ്പല്ലേ? കോൺഫിഡൻസ് നമ്മൾ കളയാം.
അപ്പം ഇനിയിപ്പം എറണാകുളം ജില്ലയെന്നാ കപ്പടിക്കുവോ എറണാകുളം? അടിക്കണം. ഓക്കെ, കോൺഫിഡൻസ് മതി. നമ്മൾ ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാം. ഇനി നമുക്ക് മെല്ലെ എണീറ്റാലോ. അപ്പം മോടെ വിശേഷങ്ങള് വീണ കഴിഞ്ഞ്